നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. ഇന്ന് 5 ജൂലൈ 2025. അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത്, ഞാൻ കരൾ രോഗ വിദഗ്ധനാണ്. പച്ചില മരുന്ന് മുഹമ്മദ് പതിയിൽ പട്ടാമ്പി. അപ്പോൾ ഞാൻ ഇതുവരെ ഇന്ന് ഈ നേരം വരെ ഈ ലോകത്തെ ഒരാൾക്കും ഒരു ജീവികൾക്കും മോശം ചെയ്തിട്ടില്ല. മാത്രമല്ല നിരവധി നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ ഒന്ന് പ്രാവർത്തികമാണ്. അതുപോലെ 10,000 കോടി ജനങ്ങൾക്ക് ഡെയിലി ഒരു 100 തവണയെങ്കിലും ഉപയോഗിക്കാനുള്ള പല സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ പലതും അനുഭവിക്കുന്നുണ്ട്. അതിൽ കറണ്ട്, ഫോണ്, ഇങ്ങനെ സ്വന്തമായിട്ടുള്ള ഇടപാടുകൾ തന്നെ ഒരുപാടുണ്ട്. അതിലൊന്നാണ് 3 സെക്കൻഡിൽ ഒരു പ്രാർത്ഥന, 3 മിനിറ്റിൽ ഒരു മരുന്ന്, 3 മണിക്കൂറിൽ ഒരു മരുന്ന്. പിന്നെ ലോകത്ത് ഇന്ന് വരെ ആർക്കും ചെയ്യാൻ പറ്റാത്ത സംവിധാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നിസ്സാരമല്ല. പക്ഷേ ഇതിനൊരു വാസ്തവമുണ്ട്. ഈ സത്യം, നീതി, മര്യാദ എന്നൊരു സാധനം കൊണ്ടുവരുമ്പോൾ അതിന് ഒരു മറണ്ട്. നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിൻ്റെ ഈ സൈഡിൽ ടോർച്ച് അടിച്ച് നോക്കിയാൽ ആ സൈഡിലേക്ക് മറവ് കാണും. അതുപോലെ തന്നെ അതിനൊരു മറവ്, അതിൽ അതിജീവിക്കാൻ വേണ്ടി എനിക്ക് അത് കിട്ടിയ കാലത്ത് ഉണ്ട്. ഞാനിതിനൊക്കെ കുറേ മറികടന്നിട്ട് നിങ്ങളുടെ പക്ഷത്തേക്ക് കടന്നപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, എനിക്ക് രണ്ടും പോയി. അതാണ് പൊതുജനങ്ങളുടെ പക്ഷം എടുത്തിട്ട് ഭാഗം നിന്നപ്പോൾ പടച്ചോൻ്റെ വശം പോയി, ഈ വശം പോയി. പൊതുജനങ്ങൾക്ക് ഒരു കാര്യം എന്താ മനസ്സിലായി, പൊതുജനങ്ങൾ നിൽക്കുന്നത് വളരെ തിളങ്ങിയിട്ടുള്ള ആളുകൾ പറയുന്ന ശുദ്ധമായ നുണയാണ്. അതാണ് പൊതുജനങ്ങൾ ചെയ്യുന്നത്. അവരുടെ ഇടയിൽ നമ്മൾ എന്തിട്ടാലും അത് നാശമായിട്ടേ പോകും. ഇപ്പോൾ മലം നിറഞ്ഞു നിൽക്കണ കടൽ ഒഴിച്ച് വരികയാണെങ്കിൽ നമ്മളതിൽ മലം കൊണ്ട് ഇടണമെന്നില്ല, നല്ല ഭക്ഷണം കൊണ്ടുപോയിട്ടാലും അത് മലിനമായി. അതുപോലൊരു സംവിധാനമാണ് നമ്മളുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികളുടെയും മനസ്സ്. കാരണം അവർ ശുദ്ധമല്ല, അവർ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ കാര്യങ്ങൾ. കാരണം അവരുടെ മനസ്സും ശരീരവും ശുദ്ധിയാവണ്ടേ. ഇവിടെ ഞാനൊന്ന് പറഞ്ഞു വന്നത്, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. VS അച്യുതാനന്ദൻ ഇന്ന് ബോധം കെട്ട് കിടക്കുകയാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട്, ഇവിടുത്തെ എല്ലാ ആശുപത്രികളും പൊളിച്ച് കളയണം. കാരണം അതിലെ സംവിധാനങ്ങൾ നിയമസാധുതയില്ല. അതുമാത്രമല്ല, അവർ ചെയ്യുന്ന സ്കാനിങ്, അതുപോലെ എക്സ്റേ, അതുപോലെയുള്ള പരിശോധനകൾ പലതും തട്ടിപ്പാണ്. ICUവിൻ്റെ കൊണ്ടുപോയിട്ടിട്ട് നിങ്ങളെ പട്ടിയിട്ട് കൊല്ലുകയാണ്. ഇതൊക്കെ ഞാൻ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ യഥാർത്ഥ അനുഭവമാണ്. ഞാൻ മരുന്നിന് ഇറങ്ങിയ കാലത്ത് സിവിൽ കോടതിയിലെ 700ഓളം ജഡ്ജിമാരും ഞാനും കൂടി ഒരുമിച്ച് പല മെഡിക്കൽ കോളേജുകളിലും അന്ന് ടെസ്റ്റും ചെക്കിങ്ങിനൊക്കെ പോയിട്ടുള്ളതാണ്. അവരുടെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ജഡ്ജിമാരാണ് ചെയ്യുന്നത്. അത് ശരിക്കും ആലോചിക്കണം. അവർക്ക് അത്രയും പാഠം വന്നു. സിവിലിയർ എന്താണെന്ന് അന്നെല്ലാം പഠിപ്പിക്കാം. പക്ഷെ അവർ ഒരു കാര്യം ചെയ്തു, എന്നെ കറക്റ്റായിട്ട് സംരക്ഷണം ചെയ്തു. അവിടുന്ന് കൊടുത്തിട്ട് അവർ സാധാരണക്കാരായിട്ട് പുറത്തേക്ക് വിട്ടു. അതിൽ ഞാൻ അന്ന് വിട്ടൊരു കാര്യമുണ്ട്, മജ്ജപ്പഴുപ്പിന് കാല് മുറിക്കേണ്ട ആവശ്യമില്ല. അത് കേവലം ഒരു മാസം കൊണ്ട് ശരിയാക്കിയെടുക്കാം. ഇന്ന് ഞാനത് പറയാൻ 1 മണിക്കൂർ നേരം കൊണ്ട് ശരിയാക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറയാൻ വന്നത് ഇത് മാത്രമല്ല, ഈ കാര്യം മാത്രമല്ല, നിങ്ങൾ ചിന്തിക്കാണ്ട് പോയാലും ഒട്ടനവധി കാര്യങ്ങൾ. അതായത് ഏത് രോഗമാണെങ്കിലും നമുക്ക് 48 മണിക്കൂർ നേരം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. എത്ര വലിയ വേദനയാണെങ്കിലും 1/2 മണിക്കൂർ നേരം കൊണ്ട് നിർത്തിയിരിക്കും. അത് മാത്രമല്ല, പട്ടി കടിച്ച് വിഷം ഇളകിയ ആളാണെങ്കിലും ശരി, നിങ്ങളെ മേലെ മാന്തല കുടിക്കാനും ശരി, പക്ഷേ നിങ്ങളത് കാണിച്ചു തരണം. കാണിക്കാതെ നിങ്ങൾ പോകരുത്. കാരണം അത് നിങ്ങൾക്ക് അർത്ഥമാണ്. അല്ലേ? എനിക്കതിന് വൈദ്യം ചെയ്യാൻ കഴിയും. ഇതിലേക്ക് പഠിച്ചോ തന്ന കഴിവാണ്. അല്ലാതെ നിങ്ങളെ സിവിലിയറോ സിവിൽ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സിവിൽ സർവീസോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നുള്ള MBBSകാരോ പഠിപ്പിച്ചല്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എൻ്റെ പാരമ്പര്യം എൻ്റെ വല്യപ്പന്മാർ എല്ലാം പഠിപ്പിക്കാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 തലമുറ ബാക്കിലേക്കാണ് അതിൻ്റെ സംഭവങ്ങൾ കിടക്കുന്നത്. പഠിപ്പിക്കേണ്ട ആളുകൾ അവർക്കാരും ഇത് പഠിപ്പിക്കണമെങ്കിലും വേണം അവരുടെ ഉള്ളിലൊരു കാതൽ, അല്ലാണ്ട് നടക്കില്ല. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു വിശാലത വേണം. ചില ആളുകൾ പറഞ്ഞു കൊടുക്കില്ല. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എനിക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അതിൻ്റെ പേരിലാണ്. അത് പല തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ്. അപ്പോൾ ഞാനിന്ന് പറയാൻ പറ്റുന്നത്, VS അച്യുതാനന്ദനെ എനിക്ക് കിട്ടിയാൽ, കാരണം ഒരു 8 മണിക്കൂർ നേരം കൊണ്ട്
ഒരു സാധാഗതിയിലും അവിടുന്ന് ബാക്കി 16 മണിക്കൂറത്തെ പരിശ്രമം അയാളെ എണിച്ച് ബാത്റൂമിൽ തനിയെ പോകാനും എന്ന് വെച്ചാൽ ഈ 10 ദിവസത്തെ പരിപാടി അദ്ദേഹത്തിന് വീണ്ടും ഒരു 70 കൊല്ലം എണിച്ച് നടക്കുക നല്ല കണ്ടീഷനായിട്ട് എന്ന തരത്തിലേക്കാക്കും. നിങ്ങളും മുഖ്യമന്ത്രി പദമൊന്നും അയാൾക്ക് കൊടുക്കണമെന്നില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഓരോ മനുഷ്യൻ്റെ ശരിയാണ്. VS അച്യുതാനന്ദൻ്റെ അല്ല, അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി നാട്ടിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു കാര്യവും ഇവർ പരിഗണിക്കില്ല എന്ന് ഞാൻ ഇതിൻ്റെ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം വീണ്ടും കക്കൂസിൽ പോകാൻ വേണ്ടി അമേരിക്കയിൽ പോയി. അത് പോട്ടെ, അത് പോകുമ്പോൾ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ ബഹുമാനപ്പെട്ട BJP പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ആളുകൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കുറ്റവാളിയും ഇവിടെ ഒരു മണിക്കൂർ നിൽക്കില്ല. ശരിയായ രീതിയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. അപ്പോൾ പിന്നെ നമ്മളെ പോലെയുള്ളവർ കുറ്റവാസനയിലേക്ക് ഇറങ്ങുകയില്ല. നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് സ്റ്റഡി ആയിട്ടാണ്. ഈ സ്റ്റഡിയിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്നും പറഞ്ഞാൽ അതിൻ്റെ വശം പോകുമെന്ന്. അത് ശരിയാണ്, എവിടേക്കെങ്കിലും തിരിഞ്ഞതിൻ്റെ വശം പോകും. കാരണം നമ്മളെ ഒരുത്തരെ കൊല ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തൊക്കെ പോകും, അത് യാതൊരു സംശയമില്ല. അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമുക്ക് കൊലയിലെ നാട് മൊത്തം നശിപ്പിക്കാൻ 10 മിനിറ്റേ ഉള്ളൂ. ഇത് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, ഇപ്പോൾ അനുഭവമുള്ളവർക്കും ചിലവർക്കൊക്കെ അറിയാം. അപ്പോൾ 3 മിനിറ്റിൽ പ്രാർത്ഥിക്കാനും 3 മിനിറ്റിൽ മരുന്ന് ചെയ്യാനും അല്ലെങ്കിൽ 30 മണിക്കൂർ നേരം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാണുന്ന നമ്മുടെ മതപണ്ഡിതന്മാരെ നിങ്ങൾ നോക്കണം. 130 രൂപക്ക് സ്വർഗം കിട്ടും. 250 പവൻ ആഭരണം ബക്കറ്റ് കൊണ്ടുപോയിട്ടാൽ സ്വർഗം കിട്ടും. ഒരു കിണർ നിറയെ നോട്ടിട്ട് കൊണ്ടുപോയിട്ടാൽ സ്വർഗം കിട്ടും. ഇതിൻ്റെ ചുറ്റുപാടിലാണോ ഇവിടെ കിടക്കുന്ന ഓരോ കൃഷിക്കാരനും ഓരോ സാധാരണക്കാരനും എന്നെ പോലുള്ള ഒരാളും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ സ്വർഗം വല്ലതൊന്നും കിട്ടില്ല. നമുക്ക് കിട്ടുന്നത് ഫുള്ളായിട്ട് നരകം മാത്രമേ ഉള്ളൂ. അത് ഇന്നല്ല എന്നും. കാരണം ഇവിടുത്തെ ഞാൻ റാവുത്തന്മാരെ കുറിച്ച് 2 വാക്ക്. അതായത് റാവുത്തന്മാർ നമുക്ക് തുണി നെയ്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഞാൻ അവിടെ അതിൻ്റെ ഇടയിൽ കാണുന്ന ചില സമ്പ്രദായങ്ങൾ എനിക്ക് പറയാതിരിക്കാനും വയ്യ. ആദ്യം മനുഷ്യൻ്റെ വായിൽ വെച്ച വിരൽ മൂക്കിൽ വെച്ച് നോക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് മലദ്വാരത്തിൽ വിരലിട്ടൊന്ന് ഓർത്ത് നോക്കുക. ഇത് രണ്ടും ശരിയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിൽ ചില ആളുകൾക്ക് രോഗം പിടിച്ച് മരിക്കാൻ കാരണമായിട്ടുള്ളത് ഇവിടുത്തെ ഇംഗ്ലീഷ് മരുന്നിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണ് നിങ്ങളെ കൊലപാതകം. രണ്ടാമത്തെ കാര്യം, മനുഷ്യരാണ്, യാദൃശ്ചികവശാൽ ഒരാൾ മരിച്ചു, എന്നാൽ മറ്റേ ആൾക്ക് ജീവിക്കണമെങ്കിൽ അയാൾക്കൊരു ഇണയും തുണയും വേണം. അതിൽ നിന്ന് പിന്നാക്കം നിങ്ങൾ പോകുകയെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക ബിരുദന്മാരെ അനിസ്ലാമികമാണ് എന്ന് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ്. അതായത് മുസ്ലിമിൻ്റെ ഇസ്സത്ത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ റുക്കുവിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് റുക്കുവിലേക്ക് പോലാണ്. മനസ്സിലായില്ലേ? അവിടുന്ന് സെമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറണം. ഈ ഒരു പക്ഷേ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ സുജൂദിലേക്ക് പോകുമ്പോൾ എൻ്റെ ബാക്കിൽ ഒരുത്തം വരാണ്ട് എന്നോട് മറ്റോ നിന്നുണ്ട്, ഇവ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്നല്ല പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ മനസ്സിലാക്കണം. അല്ലാഹു അക്ബർ സുജൂദിലേക്ക് പോകാൻ സുജൂദിലേക്ക് പോയിരിക്കണം. മനസ്സിലായി? അതുപോലെ ഖുർആൻ പറയുന്നൊരു ഭാഗമുണ്ട്, 10,000 ആളുകൾ നോക്കി നിൽക്കാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഈ വരി അവർക്കൊക്കെ നുള്ളി ഒരിച്ചു കൊടുക്കും. നിങ്ങളെ ഈ നുള്ളി ഒരിച്ചത് മതി, നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്ക് പോകാം. അതിന് കിണർ നിറച്ച നോട്ടൊന്നും വേണ്ട. 250 പവൻ്റെ ആഭരണം കൊടുക്കണ്ട, 130 രൂപയും കൊടുക്കണ്ട. അള്ളാഹു കഴിഞ്ഞാൽ അത് വലിയ കരിവായിട്ട് പല ഭാഗങ്ങളും കണ്ടിട്ടുണ്ട്, പല കുതിരത്തുകളും. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരുത്തിന് വലിയ തരത്തിൽ ഒരു ഹോട്ടലുണ്ടാകുമ്പോൾ അവിടുത്തെ ഒരു നിർഭാഗ്യവശം, അതായത് എന്നോട് ലോക്യം പറഞ്ഞിട്ടും നല്ല രീതിയിൽ ഇരിക്കാത്ത ഒരുത്താൻ എന്നോട് ആ കാര്യം പറഞ്ഞു. ഞാനത് പറഞ്ഞ് തട്ടിക്കളയേ ഉള്ളൂ. കാരണം എനിക്ക് വിശ്വാസം വേണം. ഇയാളെ ആദ്യം വിശ്വാസം വേണം, ഇയാളെ ചുറ്റുപാട് വിശ്വാസം വേണം. അല്ലാത്തൊന്നും എനിക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇത് നോട്ട് കെട്ടുമ്പോഴൊന്നും അവസാനിക്കില്ല. അവസാനം അത് ഒലിച്ചു പോയി, ഫുള്ളായിട്ട് ഒലിച്ചു പോയത് മാത്രമല്ല, ലോകത്ത് ചരിത്രം എവിടെയില്ലാണ്ടോ. ഇതുപോലെ ഞാൻ വയനാട്ടുകാരോടും പറഞ്ഞിരുന്നു, നിങ്ങൾ വായിലെ നാവ് തോന്നിയ ദിവസം ചെയ്യരുത്. വായിലെ നാവ് അവർ തോന്നിയ ദിവസം ചെയ്ത് ഇപ്പോൾ അവർ നാവ് അടക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല, അതിൻ്റെ കാര്യമില്ല. ആവശ്യത്തിന് ഉപകരിക്കണം. അതായത് നിങ്ങളുടെ ഒരാളുടെ ഭക്ഷണം 100 പേർക്ക്. മനസ്സിലായില്ലേ? അവരിൽ ആരെങ്കിലും ഒരാൾ വീടില്ലാണ്ടോ അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നോ യതീമായിട്ടോ
അല്ലെങ്കിൽ ഭാര്യയില്ലാത്തതോ ഭർത്താവില്ലാത്തതോ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങളായിട്ട് തന്നെ അയാൾക്ക് ഇണയിട്ട് നിൽക്കണം എന്നാണ്. ഇണയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളതിൻ്റെ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, യോഗ്യത എന്ന് വെച്ചാൽ നിങ്ങൾ തരിച്ചാണ്, അല്ലെങ്കിൽ വീടില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഭക്ഷണം അധികമുള്ളവരാണ്, അല്ലെങ്കിൽ പൈസ അധികമുള്ളവരാണ്, എന്നാൽ സഹകരിക്കണം എന്നുള്ള വർത്താനാണ്. അല്ലാണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ വിട്ടിട്ട് ഇയാളെ ചെയ്യണമെന്നല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്കെന്ത് മനസ്സിലായി? ഇത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇസ്ലാമിൻ്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ കനിവ, പിന്നെ ഉറവിൻ്റെ കവാടം. അത് നിങ്ങൾക്ക് പല പഴവർഗ്ഗങ്ങളും നോക്കിയാൽ കാണാം. ഇരുട്ടിൽ നിൽക്കുന്ന മരത്തിലുണ്ടാവുന്ന കായകൾ, ഇരുട്ടിൽ നിൽക്കുന്ന മരത്തിലുണ്ടാവുന്ന പല കായകളും അമിത രസമാണ്, രുചിയാണ്, അത് ബഹുമാനമാണ്. ആ ഒരു ചക്കപ്പഴം അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം കാട്ടിൽ നിൽക്കുന്നത്, അതിൻ്റെ ഒരു രുചി, അല്ലെങ്കിൽ മറ്റൊരു പഴം നിങ്ങൾ നോക്കും, അതിൻ്റെ രുചി, അതിൻ്റെ ഒരു വ്യത്യാസം ലോകത്ത് മറ്റൊന്നിനും കഴിയില്ല. അതിൽ പഠിപ്പിക്കുന്നത് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അരുവികൾ ഒഴുകി വരുന്ന ഉറവിടങ്ങൾ, അതായത് നമുക്ക് ദാഹജലം, ഈ പഴുത്ത ഭക്ഷണം, മനസ്സിലായില്ലേ? ഇത് അമൂല്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മറ്റൊരു സാധനം, സർവശക്തനായ റബ്ബിൻ്റെ കഴിവ് അനേകായിരം കോടാനക്കോടി മലായികത്തുകളെ രാത്രിയിലും പകലും ഇറക്കി ജോലി ചെയ്തിട്ടാണ് നിങ്ങളിതൊക്കെ ഉണ്ടാക്കുന്നത്. കൃഷിക്കാരൻ്റെ ജോലി ചെയ്യണമെങ്കിൽ അയാളുടെ ശരീരം ഇളകണമെങ്കിൽ അതിൻ്റെ ഓരോ ഞരമ്പ് വർക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ മലായികത്തുകളുടെ പണിയാണ്, എൻ്റെ പണിയല്ല, ഞാനല്ല പണിയത്. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയാണ്ട് പോകരുത്. അപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണം. നിങ്ങൾ ആരോടും ദ്രോഹം ചെയ്യരുത്. നിങ്ങളുടെ മുന്നിൽ കൃത്യമായി തെളിവുള്ള ഒരു കാര്യമാണെങ്കിൽ അതിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എതിർ സൈഡിൽ സപ്പോർട്ട് ചെയ്യരുത്. അതായത് ഒരാൾ കുറ്റം ചെയ്യാൻ കാരണം നിങ്ങളുടെ അടുത്ത് കിട്ടിയാൽ നിങ്ങളത് കൈമാറേണ്ടത് ബന്ധപ്പെട്ട നിയമവകുപ്പിനാണ്. എന്നിട്ട് അതിൻ്റെ സത്യവാങ്മൂലം നിങ്ങൾ അതിൽ തന്നെ 2 റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒപ്പ് വെച്ചിട്ട് അതിന് മുകളിൽ എഴുതി കൊടുക്കണം. മുകളിലുള്ള വരിയിൽ എഴുതി അടിയിൽ ഒപ്പിട്ട സ്ഥലത്ത് 2 റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് കഴിയുമ്പോൾ ഒപ്പ് സീലും വെച്ചിട്ട് വേണം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇസ്ലാമിക നിയമം നിങ്ങൾക്ക് അനുകൂലമാണ്. ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ രേഖാമൂലം ഒറ്റ വാക്ക് പറയാതെ സത്യമായിരിക്കണം. പിന്നെ ഒരിക്കലും അത് പൊളിയാൻ പാടില്ല. പിന്നീട് ഒരു കാലത്ത് നിങ്ങൾക്കത് മാപ്പ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ അന്ന് കണ്ട സത്യം മറച്ചു വെച്ചിട്ടല്ല ചെയ്യേണ്ടത്. അതല്ല ചെയ്യേണ്ടത്. എൻ്റെ കണക്കിൽ അദ്ദേഹത്തിനൊരു മാപ്പ് കൊടുക്കാം, ഞാൻ അന്ന് ഇന്ന മാതിരി പറഞ്ഞിട്ടുണ്ടായി എന്ന് പറയാം, മാപ്പാദ്യം അങ്ങനെ എഴുതിയാൽ ചിലപ്പോൾ ഇത് പരിഗണിച്ചേക്കാം. കാരണം അതിൻ്റെ നിയമസാധുത അങ്ങനെ. ഇസ്ലാമിക നിയമം നിങ്ങൾക്കെതിരല്ല. ഇന്ന് സൗദി അറേബ്യ നടത്തുന്ന ഇസ്ലാമിക നിയമമൊന്നുമല്ല. ഇസ്ലാമിക നിയമത്തിൽ എവിടെ പണ്ടെന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം അതിൽ നോക്കണമെന്ന് വെച്ചാൽ അവിടുത്തെ ഭരണം ഭരണഘടന നന്നാവണ്ടേ, അത് ഭരിക്കുന്ന ആളുകൾ കുറ്റമറ്റ ആയതാവണ്ടേ. മയക്കുമരുന്ന് പിടിക്കപ്പെട്ടിട്ട് ആ മയക്കുമരുന്ന് സ്വന്തം ആവശ്യത്തിന് കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് അവനെ ഇവിടെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ നാട്ടിലെ തൊഴിലുകൾ, ആ നാട്ടിലുണ്ട് തൊഴിൽ പ്രശ്നം. വിദേശികളാണ് അവിടെ ജോലി ചെയ്യുന്നത്, സ്വദേശികൾക്ക് വളരെ അവസരം കുറവാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ചൊക്കെ ലെവൽ, അതായത് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകളെ ജോലി ഒക്കെ ഇവിടെ എടുത്ത് ശതമാനം കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം. കാരണം നമുക്ക് ഓരോ സാധനത്തിനും ഉൽപ്പാദനം വേണം, എല്ലാ സാധനവും. അതായത് ഒരു തൊഴിൽ മേഖല, ആ ജാതി തൊഴിൽ ഇവിടെ ചെയ്യാം, ഇവിടുത്തെ ഈ ജാതി തൊഴിൽ അവിടെ ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ എല്ലാവർക്കും വരും. അപ്പോൾ അതേറ്റവും അങ്ങനെയുള്ളതല്ലാണ്ട് മൊത്തം ഇവിടുത്തെ ആൾക്കാർക്ക് ജനിച്ച ഉടനെ കേരളത്തിൽ ഒരെണ്ണത്തിന് തൊഴിൽ ചെയ്യണ കമ്പനി കൊടുക്കാണ്ട് എല്ലാവർക്കും പാസ്പോർട്ട് കൊടുക്കുന്ന സംവിധാനം അത് ശരിക്കും തെറ്റാണ്. പിള്ളേരെ ഒരു വാർഡിൽ 50 കോടി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം കൊണ്ടുവരാത്തത് തെറ്റാണ്. ഇതുവരെ ജയിച്ചു വന്നിട്ടുള്ള കോടിക്കണക്കിന് എംപിമാരോട് എൻ്റെ മുന്നറിയിപ്പാണ് സാർ. നിങ്ങൾ ചെയ്ത് തെറ്റാൻ, ജനിച്ചാലും മരിച്ചാലും നിങ്ങൾ ശ്രമിക്കാൻ വേണ്ടി ഇവിടുത്തെ ജനം പ്രാർത്ഥിക്കും. കാരണം അവർക്ക് നല്ല കാര്യത്തിന് പൊതുജനം വേണ്ടിയിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. നിങ്ങൾ അവിടെ പോയിരുന്നിട്ട് AC-യിൽ ഇരുന്നിട്ട് പെണ്ണുങ്ങളുടെ മൂത്രക്കുഴിയിലും സാധനം വെച്ച് കയറ്റി വെച്ചിട്ട് നിങ്ങൾ ജനങ്ങളെ വിട്ടിയാക്കി. എല്ലാ MPമാരും MLAമാരും പഞ്ചായത്ത് മെമ്പർമാരും ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് ഇവരും ഇസ്ലാമാണെന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ ഇസ്ലാമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. പിള്ളേരെ പിന്നെ മനുഷ്യനായിട്ടും ബന്ധമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് പോകും. ഇവിടുത്തെ ക്രിസ്ത്യാനി മതക്കാരും ഹിന്ദു മതക്കാരും എന്തുകൊണ്ടാണ് തൻ്റെ മക്കളെ തൻ്റെ മതത്തിൻ്റെ ഭാഗങ്ങൾ പഠിപ്പിക്കാത്തത്? അത് വലിയ കുറ്റമല്ലേ? അവർക്ക് മതം പഠിപ്പിക്കണം.
അവർക്ക് ആദ്യം ഞാൻ കുറ്റക്കാരനല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആദ്യം എൻ്റെ മതം എവിടെ ജനിച്ചു, ആരുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് പഠിപ്പിക്കണം. കൃത്യമായിട്ട് അതാ ചെയ്യേണ്ടത്. അത് ചെയ്യണം. അത് വലിയ കുറവാണ്. അത് കുറവ് ചേർത്തൊന്നുമല്ല. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുമ്പോൾ അത് കുട്ടികളുടെ പരിപാടിയാണ്. അതുകൊണ്ട് അവർക്ക് ലേശം മധുരം കലക്കിയുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ നല്ല നിലക്ക് കൊടുക്കണം. അതൊരു പുഞ്ചിരിയോട് കൊടുക്കണം, അല്ലാണ്ട് ഭീഷണിയൊന്നുമല്ല. അതുപോലെ മറ്റുള്ള കുട്ടികൾ, ഏത് കുട്ടികളാണെങ്കിലും അവർ നമുക്കൊരു ജീവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാണ്ട് ആ കുട്ടികളുടെ ഇടയിൽ ബലൂണിൽ വെള്ളം നിറച്ചെറിയുക, പിന്നെ മല കലക്കി എറിയുക, അതുപോലെ ചില ആളുകൾ കൊടുക്കുക, ചില ആളുകൾക്ക് കൊടുക്കാതിരിക്കുക, അതൊക്കെ വളരെ മോശമാണ്. കാരണം ഇസ്ലാം അതിന് സപ്പോർട്ടല്ല. ഇസ്ലാം പണ്ട് ചെയ്തിരുന്നു. എൻ്റെ നാട്ടിലെ മർത്തല സ്വാമി മദ്രസ കുട്ടികളും അവരെ കൂടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു മുറി പഴം കൊടുത്തിരുന്നു. പിന്നെ ചില സ്വാമിമാരുടെ പരിപാടി, ഒരു മുറി പഴം എന്ന് പറഞ്ഞാൽ അരക്കിലോ ഉണ്ടാവും. ആ കുട്ടിക്ക് അരക്കിലോ പഴം തിന്നാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു സാലിയായ അമൽ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ വശത്തേക്കാണ്, നമ്മളുടെ വശത്തേക്കൊന്നുമല്ല. നമ്മുടെ മുന്നിൽ ഇരുന്നവനൊക്കെ വിലയിരുത്തണം. ആരാണോ ക്ലിയർ പറയുന്നത് അവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ക്ലിയർ വെറുതെ പറഞ്ഞാൽ പോരാ, അവൻ്റെ ജീവിതം ഇതുപോലെ ആയിരിക്കും. പിള്ളേര് കഠിനാധ്വാനം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ഇനിയൊരു തൊഴിൽ സംവിധാനം വരണമെങ്കിൽ ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് താഴേക്ക് പോയിരിക്കുക. ഇലക്ട്രിസിറ്റി ബോർഡ് പോകാൻ കാരണം അതിലുള്ള MOKകളുടെ പണിയാണ്. കാരണം ഈ നാട്ടിൽ കറണ്ട് കണ്ടുപിടിച്ച് ഇപ്പോൾ സർക്കാരിന് സപ്ലൈ ചെയ്താൽ അതിൻ്റെ ഒരു പങ്ക് അവർക്ക് കിട്ടണം. മനസ്സിലായില്ലേ? ഒരു യൂണിറ്റ് കറണ്ടിന് 30 രൂപ വരെ ഇലക്ട്രിസിറ്റി വാങ്ങുമ്പോൾ 1 രൂപയെങ്കിലും ഈ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന അതിന് കാരണമുണ്ടാക്കിയവർക്ക് കൊടുക്കില്ല എന്നൊക്കെ ബാധിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ വെലങ്ങാടി ജലവൈദ്യുതി ഉണ്ടാക്കിയത് ഖേദം പ്രകടിപ്പിക്കുക. കാരണം ഇവിടുത്തെ ഈ ചെന്നായക്കൾ എന്നാണോ നശിക്കുന്നത് അതിൻ്റെ മുമ്പ് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അതാണ് ചെന്നായക്കളിൽ പിന്നെ പല മുസ്ലിം പേര് അഹമ്മദ്, പോക്കറി, ഇസ്മായിൽ എന്നൊക്കെ അതുകൊണ്ട് കുട്ടിച്ചാത്തൻ, ചന്തും മറ്റേ അവനെ ഇവരെന്നൊക്കെ അതുകൊണ്ട്. പക്ഷേ ഇവരാരായാലും ഈ നിയമം പഠിക്കാത്തതും മനുഷ്യത്വം അറിയാത്തവരുമാണെന്ന് നിങ്ങളൊരിക്കൽ കണക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നു.